പക്ഷേ അപ്പൊ ഞാൻ എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കും, അയ്യോ ആരെങ്കിലും എന്നെ ഒന്ന് നോട്ടീസ് ചെയ്യുക, ആരെങ്കിലും എന്നെ കൂടെ ഒന്ന് ഒരു സെൽഫി എല്ലാം എടുക്കുക അങ്ങനെയെന്ന്. എന്നിട്ട് അത് കഴിഞ്ഞ് 1 വർഷം നോക്കിയാൽ എനിക്ക് ഈ വീട്ടിൽ താണ്ടി നടക്കാൻ പറ്റില്ല. അതാണ് ഞാൻ ഒന്ന് എല്ലാ ദൈവങ്ങളുടെ അടുത്ത് പറഞ്ഞു താങ്ക് യു സോ മച്ച് അങ്ങനെയെന്ന്. ഒരു ഘട്ടത്തിൽ ബിന്നി കൃഷ്ണകുമാറിന്റെ മോളെന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇപ്പൊ ബിന്നി മാം തന്നെ അറിയപ്പെടുന്നത് ശിവാംഗിയുടെ അമ്മ വന്നു എന്നാണ് പറയുന്നത്. ഇപ്പൊ മലയാളത്തിൽ തന്നെ ഇപ്പൊ ശിവാംഗിയുടെ അമ്മ എന്ന് പറയുന്ന ഒരു വിളിപ്പേര് വന്നു തുടങ്ങി. ശരസാറൊക്കെ അതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുമുണ്ട്, ശിവാംഗിയുടെ അമ്മയാണെന്നുള്ളത്. ആ സമയത്ത് ശിവാംഗിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇതിനെ പറ്റിയിട്ട് അമ്മയോട് സംസാരിക്കാറുണ്ടോ? എന്താ പറഞ്ഞു? ഞാനൊന്നും സംസാരിക്കാറില്ല. ഞാൻ ചെറിയ വയസ്സിലെ ആക്ച്വലി അമ്മയുടെ അടുത്ത് പറഞ്ഞു, ഞാൻ സ്കൂളിൽ പോകുമ്പോൾ റാറാ പാടണം அவங்க பொண்ணு தானே അങ്ങനെയെന്ന്. എന്റെ 15 വർഷമേ അങ്ങനെയാ. ഞാൻ സ്കൂൾ പാസ് ഔട്ട് ആവുന്ന വരെ അങ്ങനെയാ, ഈ ഇവங்க അമ്മ தான் റാറാ പാടണാங்க അങ്ങനെയെന്ന്. എന്നിട്ട് അപ്പോഴേ ഞാൻ ചെറിയ വയസ്സിലേ പറഞ്ഞു, ഒരു ദിവസം ശിവാംഗിയുടെ അമ്മ ഞാൻ പറയാ വയ്ക്കും നോക്കോന്ന്. പക്ഷെ ഞാനല്ലേ, എന്റെ അമ്മ അല്ല വിശ്വസിച്ചല്ല, ഞാൻ പാട്ട് പഠിച്ചില്ല. എന്നിട്ട് പഠിത്തം മാത്രമൊന്നുമില്ല. അപ്പൊ ഞാൻ പഠിപ്പിലും എവിടെ ആവില്ല, പാട്ടിലും എവിടെ ആവില്ല. അപ്പൊ അമ്മ എന്ത് വിചാരിക്കും, അവ ഈ കുട്ടിയില്ല എന്താവാൻ പോകുന്നു അങ്ങനെയെന്ന്. പാത്താ അങ്ങനെ നടന്നപ്പോ അമ്മ വിശ്വസിച്ചേ അല്ല, ഒരു ദിവസം ഇങ്ങനെ ആവുന്നു. അപ്പൊ അമ്മ ഇന്ന് കൂടെ കേരളത്തിലെ വന്ന് ഞാൻ പോകുമ്പോ മുമ്പെല്ലാം എന്നെ ആർക്കും അറിയില്ലായിരുന്നു. കുറച്ചു പേര് ഈ കുക്കുത് കോമാളി കണ്ടവർക്ക് അറിയാം. ഇപ്പോ അമ്മ പോയാ ഇപ്പോഴും ശിവാംഗി എങ്ങനെയാണ് ചെയ്യുന്നത്. അവിടെയാണ് ഒരു സ്പേസ് ഉണ്ടായിരുന്നത്, അതും പോയി. അമ്മ അത് പറയുമ്പോ അമ്മാണ് അയ്യോ ഇപ്പൊ ഇത് കേരളത്തിലാவது എനിക്ക് വന്നത് ആരെങ്കിലും പറയാ തിരിച്ച് അതേ പറയുന്നു എന്ന് പറഞ്ഞു. നമുക്ക് ഒരു പാട്ടും കൂടെ പാടിയിട്ട് എ ആർ റഹ്മാൻ സാറിന്റെ സ്നേഹിതനെ പാടിയിട്ട് നമുക്ക് അമ്മയെ വരുത്താം. ഇതേ അഴുത്തം അഴുത്തം ഇതേ അணைപ്പ് അணைപ്പ് வாழ்வின் எல்லை வரை வேண்டும் வேண்டும் வாழ்வின் எல்லை வரை வேண்டும் வேண்டும் ஏ സ്നേഹിതനേ സ്നേഹിതനേ രഹസ്യ സ്നേഹിതനേ. വാവ്, ശിവാംഗി പറഞ്ഞ ചില കാര്യങ്ങളുടെ നിജസ്ഥിതി അറിയാൻ വേണ്ടിയിട്ട് ഒരാളും കൂടെ ചേരേണ്ടതുണ്ട്. അതാണ് ശരിക്കുള്ള. ബിന്നി മാമിനെ വിളിക്കാം. മാം, ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ ചോദിച്ചറിയാൻ. അപ്പൊ ഇനിയാണ് ശിവാംഗി സത്യങ്ങൾ പറയാൻ പോകുന്നത്. പക്ഷെ അതിൽ ആദ്യം ഒരു കാര്യം ചോദിക്കട്ടെ, അന്ന് ആ പാട്ട് പാടാൻ കൊണ്ടുപോയതില്ലേ, അതെങ്ങനെയാ കൊണ്ടുപോയത്? ഏത് പാട്ട്? ഓമനെ കുഞ്ഞെ നിന്നെ. ഈ കുഞ്ഞിനെ കൊണ്ടുപോയതോ? കുഞ്ഞിനെ കൊണ്ടുപോയത്. ഇവക്കൊന്നും അറിയത്തില്ലല്ലോ ഇപ്പൊ ഫിലിം പാടാൻ പോവാന്ന്. ഇവിടെ എങ്ങനെ ഞങ്ങളെ കോരി എടുത്തു? ഇവിടെ മാത്രം കൊണ്ടുപോയി പോരെ, ഇവളുടെ തമ്പിയും കൊണ്ടുപോകണല്ലോ, അനിയനെ. അനിയന് 2 വയസ്സ്, ഇവക്ക് 4 വയസ്സ്. എടുത്തോണ്ട് പോയി. എടുത്തോണ്ട് അവിടെ ചെന്നിട്ട് മക്കളെ ഇതിങ്ങനെ ആ പാട്ടുണ്ടല്ലോ, പഞ്ചാര പാടി പഞ്ചാര ഉമ്മ തരാം വാ വാ, സുജാ ചേച്ചി അങ്ങനെയാണ്. അപ്പൊ ശിവാംഗിയാണ് അത് ഇങ്ങനെ പഞ്ചാര ഉമ്മ തരാം അങ്ങനെ പാടിയത്. പാടിക്കേ, അതേപോലെ പാടാൻ പറ്റുമോ? അതേപോലെ വരില്ല. അതൊക്കെ നമ്മളെ ഈ മോണാക്ടിന്റെ ഒക്കെ ആളാണ്. പഞ്ചാര ഉമ്മ തരാം വാ വാ. ഡബ്ബിങ്ങിന് സാധ്യത ഉണ്ടായിരുന്നു. അപ്പൊ ഈ ചിരി എന്ത് ചെയ്ത, അപ്പൊ ഞാൻ 2 കൈ കൊണ്ട് ഇങ്ങനെ കിക്കിളി കൂട്ടിയപ്പോ അവള് കിക്കിളി കൂട്ടുമ്പോ നമുക്ക് സാധാരണ ചിരി വരില്ല, അങ്ങനെ ചിരിച്ചതാ പാർട്ടി. അല്ല, ഇപ്പഴും കിക്കിളി കൂട്ടിയാ ചിരിക്കുമെന്ന് പറഞ്ഞു. ഇപ്പൊ ചിരിക്കില്ല. ഇപ്പൊ ഞാൻ കിക്കിളി കൂട്ടാൻ വരുവാണെന്ന് അവള് കാണുകയല്ലേ, അങ്ങനെയൊന്നും ചിരിക്കില്ല. അപ്പൊ അങ്ങനെ ചിരിച്ചിട്ടും കൊണ്ടുവന്നു. അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ പസങ്ങൾ എന്നുള്ള ഫിലിം ഉണ്ടല്ലോ, അതില് ഗുരുജി പസങ്ക എന്നുള്ള 25 വർഷമായിട്ട് ഞാൻ തമിഴ്നാട്ടിലാണ്. പക്ഷെ എന്നാലും തമിഴിന്റെ അവിടെ ഇവിടെ ഒക്കെ ഇപ്പോഴും കിട്ടില്ല. അതൊരു ഇവളാണ് എന്നെ തിരുത്തി തരണത്. ചിലപ്പോൾ ഇവിടെയൊക്കെ വന്ന് ഞാൻ പറയണത് നമ്മൾ മലയാളീകരിച്ച് ചിലപ്പോൾ തമിഴ് പറഞ്ഞു ഇവിടെ തെറിയായിരിക്കും ചിലപ്പോ. അപ്പൊ ഇവള് പറയും ഇവക്ക് തെറി അറിയാട്ടോ. അപ്പൊ ശരിക്കും തമിഴിലെ മലയാളത്തിൽ അറിയാം, മലയാളത്തിൽ അതെങ്ങനെ നിനക്കറിയാം? പട്ടി പറയണ്ട, ഇത് മാത്രം അറിയുള്ളൂ, അറിഞ്ഞാ മതി. വഴക്കുറയും ചെറിയ വയസ്സിലെ. തെറിയല്ല, ഇതുപോലെ ഭയങ്കര ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ ഈ കൊച്ച അങ്ങോട്ട് ഓടുമല്ലേ, അപ്പൊ ചിലപ്പോ വിളിക്കും മാത്രം. അപ്പൊ എന്റെ ചേച്ചിമാര് എന്നെ വഴക്ക് പറയും. ഇപ്പൊ എന്റെ ചേച്ചിമാര് ഇത് ഞങ്ങളുടെ ഇവിടെ വരണേ, ഇവിടെ തമിഴ്നാട്ടില് ഇളനീ ഒരു വലിയ ഒരു ഇതെന്താന്ന് വെച്ചാൽ എല്ലാ കാര്യവും വീട്ടിലേക്ക് വരും.
അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും സ്വർഗമേ என்றாலோ അത് നമ്മോരു പോലെ വരുമാ. ഓ എന്നാ ബിക്കോസ് ഇവിടെ മൊബൈൽ ടൈലർ വരെ ഉണ്ട്. രാവിലെ 6 തൊട്ട് പൂ വേണോ, കായ് വേണോ, ഇളനീര് വേണോ, ഇങ്ങനെ വീട്ടിൽ കൊണ്ട് തന്നെ ആരുണ്ട്. അതെ, വീട്ടിൽ ചെന്നൈയിൽ സിനിമയ്ക്ക് വേണ്ടി വന്നവരാണെങ്കിൽ കൂടി അത്യാവശ്യം വരുമാനം ഉണ്ടാക്കുന്നവരാണ് ചെന്നൈയിൽ ജീവിക്കുന്നവരെന്ന് പറഞ്ഞിട്ടുണ്ട്. സിനിമ ചിലപ്പോൾ ഫെയിലൂർ ആയി. പൂ വിൽക്കുന്ന ആൾക്കാരുടെയൊക്കെ മക്കൾ ഇവിടെ എഞ്ചിനീയർമാരാണ് മക്കള്. ഇപ്പൊ ഞാൻ ഈ പൂ മേടിച്ച അവർ പൂ വിൽക്കുന്ന അമ്പലത്തിന്റെ എവിടെയാ കാറും, അവർക്ക് 2 മക്കൾക്കും കാറും 2 മക്കളും എഞ്ചിനീയറൊക്കെയാണ്. ഓ, ഇവിടെ അങ്ങനെ പാവപ്പെട്ട ഒരു അതില്ല, എല്ലാവരും പൈസ ഉണ്ടാക്കി. ഇവിടെ എല്ലാ വീട്ടിലും സെർവൻസ് ഉണ്ട്, കുക്സ് ഉണ്ട്, എല്ലാം ടച്ച് വുഡ് കേട്ടോ. ഒരു ഭയങ്കര എനർജി ഉള്ള ഒരു നഗരം തന്നെയാണ് ചെന്നൈ. അതെ അതെ, മുക്കിന് കോവിലും ഇതൊക്കെ ഉണ്ട്. പിന്നെ കലാകേന്ദ്രവും അല്ലേ, കല കൂടുതലും ആണല്ലോ. അതും എല്ലാ ക്ലാസിക് കലകൾക്കും ഇത്രയും ഇമ്പോർട്ടൻസ് ലോകത്തിൽ കൊടുക്കുന്ന ഒരു നാടാണ് ചെന്നൈ. എന്നാ കുടിച്ചോളൂ. മറ്റേ കാര്യം പറയാം. പസംഗ സിനിമയിൽ ഇതേപോലെ തന്നെ കൃഷ്ണൻ അവളുടെ അച്ഛൻ വിളിച്ചുകൊണ്ട് പോയി. എന്നിട്ട് അവിടെ ചെന്നിട്ട് അകത്ത് നമ്മൾ കൊണ്ടുപോയി ഇങ്ങനെ നിർത്തിയിട്ട് കൃഷ്ണൻ തന്നെ പാടിക്കൊടുക്കും. പാട്ട് പാടിക്കരി. അൻപാലെ അഴകാകും വീട് ആനന്ദമതർക്കുള്ളെ തേട് സ്വന്തങ്ങൾ കൈ சேரும்போது വേറൊன்றுം അതற்கில்லை ഈട്. ഇതിങ്ങനെ അപ്പ സൈഡിൽ നിന്ന് പറഞ്ഞു കൊടുത്തു. അപ്പം പാടി ജെയിംസ് വസന്തൻ. ഇതിൽ ഏറ്റവും വലിയൊരു വിശേഷം എന്നാന്ന് പറഞ്ഞാൽ ഗുരുജി ബാലമുരളീകൃഷ്ണൻ ഞങ്ങളുടെ ഗുരുജിയാണ് അതിന്റെ ബാക്കി പാട്ട് പാടിയിരിക്കുന്നത്. സോ അവൾ അതുകൊണ്ട് ഇപ്പം പാട്ട് എന്ന് പറയുമ്പോൾ ശിവാംഗി, ഡോക്ടർ എം ബാലമുരളീകൃഷ്ണൻ ഇങ്ങനെ വന്നല്ലോ. അപ്പോഴത്തേക്കും എൻ്റെ ഗുരുജിയുടെ കൂടെ ഞാൻ ആദ്യത്തെ പാട്ട് പാടിയല്ലോ എന്നും പറഞ്ഞു. വലിയ സന്തോഷമായി. ശരിക്കും പാട്ട് അമ്മയുടെ കൂടെ പഠിക്കാത്തതിന്റെ കാരണം കാരണല്ല, ഞാൻ ഒരു മികപ്പെരിയ മടിച്ച് ഇൻ ദ വേൾഡ്. അതുകൊണ്ടാ അല്ല, പക്ഷേ മികപ്പെരിയെന്ന് പറഞ്ഞ ഏറ്റവും വലിയ അറിയാം. അല്ല, അമ്മാണ് നമ്മുടെ നാട്ടുകാർക്ക് തമിഴ് അറിയില്ലെന്ന് അവർക്കറിയാം. നാട്ടുകാർക്ക് തമിഴ് അറിയില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. പറയണതിന്റെ കൂടെ നടുക്ക് ഇങ്ങനെ ശരി എന്തെങ്കിലും ആവട്ടെ, ഇനി ഒരു അടി ആവണ്ട. അല്ല, ശരിക്കും പാട്ട് പഠിക്കാത്തതിന്റെ കാരണം അമ്മ പഠിപ്പിക്കുന്നതുകൊണ്ടാണോ? എന്നാ അച്ഛൻ്റെ അടുത്ത് പഠിച്ചൂടെ? അമ്മയുടെ അടുത്തേ പഠിച്ചില്ല, അച്ഛൻ്റെ അടുത്ത് ആരെങ്കിലും അത് വ്യത്യാസം. അത് അങ്ങനെ ഒരു റീസൺ അല്ല. അപ്പയുടെ അടുത്ത് പഠിക്കുന്നതിന് അമ്മയുടെ അടുത്ത് പഠിച്ച ഒരു ജാലി, അത്രേ ഉള്ളൂ. അല്ല, എന്തോ ഒരു വ്യത്യാസമുണ്ട്. എലി പ്രാർത്ഥിക്കണേ അറിയാവോ? ഇല്ല. ഇപ്പൊ മനസ്സിലായോ? ഞാൻ തന്നെ അപ്പയുടെ അടുത്ത് പോവാതെ അമ്മയുടെ അടുത്ത്. അല്ല, ഇത് ക്ലാസ്സിലെല്ലാം നടക്കൂട്ടെ. ഇങ്ങനെ കാണിക്കും പിള്ളേര് എല്ലാം പഠിക്കാനായിട്ട്. കൊച്ചു പിള്ളേര് പണ്ട്, ഇപ്പോഴൊന്നും ഇല്ല കേട്ടോ, പണ്ട് കൊച്ചു പീർക്കാണ്ടി പിള്ളേര് വരും പഠിക്കാനായിട്ട്, വാണ്ടുകള്. അവരെ ഇതൊക്കെ കാണിച്ച് അവര് ചിരിയോ ചിരി. അവർക്ക് പാട്ട് വേണ്ട, അവസാനം പാട്ട് അതിന്റെ സൈഡിൽ കൂടെ കയറ്റി കൊടുക്കും. അപ്പം പിള്ളേര് പഠിക്കും. ഇതെന്താ കാരണം എന്ന് വെച്ചാൽ ഈ കുട്ടി ആരും ഞങ്ങൾ തോറ്റുപോയ ഒരേ ആളാണ് ഇദ്ദേഹം.